ഇതാണ് നമ്മൾ തേനെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം. ഇതിനകത്ത് വലിയ തേൻതുമ്പിയാണ് ഇരിക്കുന്നത്. അവരിപ്പോഴേ പുറത്തിറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ജീവിതത്തിൽ ആദ്യമായിട്ട് തേനെടുക്കാൻ പോകുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഷേപ്പ് മാറാതെ തിരിച്ച് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ എന്തായാലും ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും പൊളിച്ചപ്പോൾ തന്നെ ആൾക്കാരെ കണ്ടു. തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇവരെ പിടിച്ച് കൂട്ടിലാക്കിയാൽ മതി. അപ്പോൾ അതിനുള്ള നീക്കങ്ങളാണ് ഞാൻ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും അറിയാം. അപ്പം നമ്മുടെ സ്ഥിരം വീഡിയോ എടുക്കുന്നവരൊക്കെ അതാ ഇവിടെ സൈഡിലോട്ട് മാറി നിൽക്കുക. ഇനിയിപ്പം ഓടുന്ന സമയമാണ്. ഊട്ടി അച്ഛൻ പറയുമ്പോൾ ഓടിക്കോളണം. ഓക്കെ അതി പറഞ്ഞേ. അപ്പോൾ ഇവിടെ എങ്ങും ആരും നിൽക്കരുത്. അച്ഛൻ അംഗത്തിന് പുറപ്പെടാൻ പോവുക. അപ്പോൾ നമ്മളിനി ഇത് എടുക്കാൻ പോകണം. അത് വേണേ രണ്ടുപേരും ഇനി അങ്ങ് പൊക്കും. ഇനി അച്ഛൻ കുത്തു കിട്ടുമ്പോൾ വിളിക്കാം. അപ്പോൾ വന്നാൽ മതി കേട്ടാ. അപ്പോൾ ആദ്യമായിട്ട് ഒരറ എടുക്കാൻ പോവുകയാണ്. വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ല. എന്തായാലും കുത്തൊന്നും കിട്ടുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അനങ്ങി തുടങ്ങി ചെറുതായിട്ടൊക്കെ 2 അറ വെച്ചിട്ടുണ്ട്. മിക്കവാറും പണി അവർ തുടങ്ങാൻ പോകണം. അപ്പോൾ എൻ്റെ കോലം കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട. ഷേപ്പ് മാറാതിരിക്കാനുള്ള ഒരു പ്രതിവിധി, ഒരു മുൻകരുതൽ മാത്രമാണിത്. കത്രികണ്ട കയ്യിൽ അതിന് ചിറക് ശാലും ആർക്കും വലിയ ഇറങ്ങി ചിറക് വലിയ തുണ്ട് പറഞ്ഞിട്ടുണ്ടേടാ. അവർ നോക്കിയായിരുന്നു കുട്ടി. അങ്ങനെ അവസാനം നമ്മുടെ ഉദ്യമം വിജയിച്ചിരിക്കുകയാണ്. പൊത്തിൽ നിന്നും ചാടിപ്പോയ ആ ഒരു ഈച്ചതവ് മരത്തിൻ്റെ കൊമ്പിൽ പോയി കൂടി അവസാനം മരത്തിൽ കയറി ഈച്ചയും പിടിച്ച് റാണിയെയും പിടിച്ചതാ കൊണ്ട് കൂട്ടിലാക്കി. ഇങ്ങനെ കൂട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി എല്ലാവരും ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ എവിടെ വാ പറ. നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണമെന്ന് പറ. വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി നമ്മൾ വരാം. ഇതുപോലുള്ള അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.